യുദ്ധം ഉടൻ തീരുമെന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ പ്രഖ്യാപനത്തിനിടയിലും മേഖലയിൽ യുദ്ധസന്നാഹങ്ങൾ ശക്തമാക്കുകയാണ് അമേരിക്ക. JSS ജോർജ് ബുഷ് പടക്കപ്പൽ വിർജീനിയയിൽ നിന്ന് ഗൾഫിലേക്ക് തിരിച്ചു. USS ട്രിപ്പോളി പടക്കപ്പൽ ഗൾഫ് മേഖലയിലെത്തി 3500-ലേറെ നാവികരാണ് കപ്പലിലുള്ളത്. സംഘർഷം ലഘൂകരിക്കാനുള്ള സാധ്യതകൾ ആരാഞ്ഞ മധ്യസ്ഥ രാജ്യങ്ങൾ രംഗത്തുണ്ട്. പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി, ഈജിപ്ത് എന്നീ വിദേശകാര്യമന്ത്രിമാർ നാളെ ഇസ്ലാമാബാദിൽ യോഗം ചേരാനിരിക്കുകയാണ്. വിശ്വാസ്യത നഷ്ടമായിരിക്കെ അമേരിക്കയുമായി ഇനിയൊരു ചർച്ചയ്ക്കുമില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. നിരന്തരാക്രമണം ഇറാനിലെ ബുഷേർ ആണവ നിലയത്തെ അപകടത്തിലാക്കിയെന്നാണ് റഷ്യ അറിയിക്കുന്നത്. MC നാസറുണ്ട് വിശദാംശങ്ങളുമായി. നാസർ, ആണവ നിലയങ്ങൾക്ക് നേരെയുള്ള കടുത്ത ആക്രമണം അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും ലഭിക്കുക. അത് ഇറാന് മാത്രമല്ല, ലോകത്തിനെമ്പാടും. കാരണം ആണവ വികിരണങ്ങൾ ആ രീതിയിൽ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ഏത് രീതിയിലായിരിക്കും പ്രതിഫലിക്കുക എന്ന് ഞങ്ങൾക്ക് പോലും പറയാനാകില്ല എന്ന് ഇറാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും. വിനീഷ, തീർച്ചയായിട്ടും വലിയ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഈ യുദ്ധം മുന്നോട്ട് പോകുന്നത്. പ്രധാനമായിട്ടും ഇറാനിലെ ബുഷഹർ ആണവ കേന്ദ്രത്തിന് നേരെ പിന്നിട്ട 24 മണിക്കൂറിനുള്ളിൽ 2 or 3 തവണ ആക്രമണം നടന്നതായിട്ടാണ് റഷ്യ സ്ഥിരീകരിക്കുന്നത്. കാരണം ഈ ബുഷഹർ ആണവ കേന്ദ്രത്തിൽ നിന്ന് ആണവ വികിരണം സംഭവിക്കുകയാണെങ്കിൽ തങ്ങളുടെ സുരക്ഷയ്ക്ക് കൂടി അത് വലിയ വെല്ലുവിളിയാകുമെന്ന് റഷ്യ ഇന്നലെയും വ്യക്തമാക്കിയിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഊർജ്ജ കേന്ദ്രങ്ങളിലേക്ക്, അതോടൊപ്പം തന്നെ ജലശുദ്ധീകരണ പ്ലാന്റുകളിലേക്ക്, അലൂമിനിയം ഫാക്ടറികളിലേക്കൊക്കെയും ആക്രമണം നീളുന്നത്. അതിന്റെ തുടർ പ്രതികരണം എന്നതിലൊക്കെയാണ് ഇസ്രായേലിന് നേർക്ക് കൂടുതൽ ആക്രമണം ഘടിപ്പിച്ചിരിക്കുന്ന ഇറാൻ. നിരവധി പേർക്ക് ഇസ്രായേലിൽ പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം തന്നെയാണ് ഒരു നയതന്ത്ര നീക്കത്തിൽ തന്നെയാണ് തങ്ങൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. അധികമൊന്നും നീളാതെ തന്നെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന വ്യത്യസ്തമായിട്ടുള്ള പ്രതികരണങ്ങൾ അമേരിക്കൻ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ഏറ്റവും അവസാനമായിട്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇറാനെ സൈനികമായിട്ട് ദുർബലപ്പെടുത്തുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. പ്രധാന ലക്ഷ്യങ്ങളൊക്കെയും ഇതിനകം തന്നെ നിറവേറിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് ട്രംപ് കുറെ കൂടി യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എത്രയും എളുപ്പത്തിൽ ഈ ദൗത്യം പൂർത്തീകരിക്കപ്പെടുമെന്ന ഒരു പ്രതീക്ഷയാണ് JD വാൻസ് പങ്കുവെക്കുന്നത്. പക്ഷേ അതേസമയം തന്നെയാണ് കൂടുതൽ പടക്കപ്പലുകൾ മേഖലയിലേക്ക് കൊണ്ടുവരാനുള്ള തിരക്കിട്ട നീക്കം, അതോടൊപ്പം തന്നെ കൂടുതൽ സൈനികരെ മേഖലയിൽ വിന്യസിക്കാനുള്ള നീക്കം അമേരിക്ക തുടരുകയാണ്. USS ട്രിപ്പോളി 3500 നാവികരുമായിട്ട് അല്പം മുമ്പാണ് ഈ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ USS ജോർജ് ബുഷ് എന്ന മറ്റൊരു പടക്കപ്പൽ വെർജീനിയയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ ആ കപ്പൽ കൂടി ഈ മേഖലയിൽ നിലയുറപ്പിക്കും. ഇതൊക്കെയും ലക്ഷ്യമിടുന്നത് പറ്റുമെങ്കിൽ ഒരു കരയാക്രമണം നടത്തി കാർഗ് ദ്വീപ് പിടിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യമാണ് അമേരിക്ക മുന്നിൽ കാണുന്നത്. പക്ഷേ അത് വളരെ വളരെ സങ്കീർണമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്ന് ഇറാൻ മാത്രമല്ല മറ്റ് പല ലോകരാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കാരണം നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്കായിരിക്കും അത്തരമൊരു കരയുദ്ധം കൊണ്ടുചെന്ന് എത്തിക്കുക എന്നൊരു മുന്നറിയിപ്പും അമേരിക്ക നേരിടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പരമാവധി ആക്രമണം നടത്തി പിൻവാങ്ങാനാണോ അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ തീരുമാനിക്കുന്നത് എന്ന ഒരു വിലയിരുത്തൽ കൂടി വളരെ ശക്തിപ്പെടുകയാണ്. പക്ഷേ ഇന്നുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഡെവലപ്മെന്റ്, യമനിലെ ഹൂത്തികൾ ഒരു മാസം പിന്നിടുന്ന ഒരു ഘട്ടത്തിൽ ഇതാദ്യമായിട്ട് യുദ്ധത്തിൽ തങ്ങൾ കൂടി പങ്കുചേരുമെന്ന ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇസ്രായേലിന് നേർക്ക് അവർ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി. മിസൈല് പ്രതിരോധിക്കാൻ തങ്ങൾക്ക് സാധിച്ചു. അതിനുള്ള തിരിച്ചടി ഉടൻ തന്നെ യമനിലെ ഹൂത്തികൾക്ക് നൽകുമെന്നൊരു മുന്നറിയിപ്പ് ഇസ്രായേൽ നൽകുന്നുണ്ട്. ഇറാഖിലും അവിടുത്തെ എണ്ണപ്പാടത്തിന് നേരെ ഡ്രോൺ ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഈ സംഘർഷം പടരുന്നത്. ഏതായാലും ഇറാന് നേരെ വലിയ രീതിയിലുള്ള പടയൊരുക്കം നടത്തുകയാണ്, യുദ്ധ സന്നാഹം നടത്തുകയാണ് അമേരിക്ക. പല വിമാനവാഹിനി കപ്പലുകളും USS ട്രിപ്പോളി അടക്കമുള്ള കപ്പലുകൾ അയച്ചുകൊണ്ട് ഈ ഒരു യുദ്ധ സന്നാഹത്തിൽ തന്നെയാണ് അമേരിക്ക തയ്യാറെടുക്കുന്നത്. വിട്ടുകൊടുക്കാൻ ഇറാനും തയ്യാറല്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാനും. മധ്യസ്ഥ ശ്രമങ്ങൾ ആ രീതിക്ക് മുന്നോട്ട് പോകുന്നുമുണ്ട്. MC നാസറാണ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത്.